Jonathan, Team Daddy, Jonathan, Taka Daddy, Jonathan, Tankra, Tankra. അല്ലമ്മേ പടവലത്തെ വീട് ഇപ്പോഴും പൂട്ടിക്കിടക്കല്ലേ? അതേന്നേ പൂട്ടിക്കിടക്കുക. അപ്പൊ അങ്ങോട്ട് പോവാതിരുന്നു കഴിഞ്ഞാൽ വീടങ്ങ് മോശമായി പോകത്തില്ലേ? അയ്യോ അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം. പാമ്പും പഴുതാരയും ഒക്കെ കേറി ഒരുമാതിരി നശിച്ചു കിടക്കുക. ഞാൻ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇടയ്ക്കെങ്ങാണോ ഒക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേശു പോകുമായിരുന്നു, ഇപ്പം അതും കണക്കാ. അതുതന്നെ നമ്മളെ ഈ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നോണ്ടേ അങ്ങനെ പോകാൻ പറ്റാത്തതാ അമ്മ. പിന്നെ നമ്മളെ പഠിത്തത്തിന്റെ കാര്യം അറിഞ്ഞാണല്ലോ അല്ലേ അന്ന് സെക്കൻഡ് റാങ്ക് കിട്ടിയ കാര്യം. അച്ഛാ നീ അത് വിളിച്ചു പറഞ്ഞപ്പോഴല്ല, സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി. എടാ നീ ഞങ്ങളുടെ അവിടെ വെച്ചങ്ങനെ ഫ്ലെക്സ് ഇല്ലേ, അത് കാണുമ്പോ എനിക്ക് ഇപ്പോഴും ചിരി വരും. അങ്കിളിനെയും കുറ്റം പറയാൻ പറ്റില്ല, ഇവിടെ വീട്ടിലുള്ളവർക്കും വിശ്വാസം വന്നില്ലായിരുന്നു ആദ്യം. പിന്നെ അങ്കിളിന് വിശ്വാസം വരാതിരിക്കുമല്ലോ. അപ്പൊ ഇനി എങ്ങനെയാ PG ചെയ്യുന്നോ അതോ വേറെന്തേലും പരിപാടി നോക്കുന്നുണ്ടോ? PG ചെയ്യണം, പിന്നെ അതിന്റെ കൂടെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആരാ? എന്റെ ചേട്ടാ, നമ്മള് കേറി വന്നപ്പോ എന്തൊരു വൃത്തിയുടെ കോലത്തിലായിരുന്നു അല്ലേ? ഒരു പഞ്ഞം പിടിച്ച കോലവും ആ ഉടുപ്പും എന്തോരം സ്വർണ്ണം ഉള്ളതാ ലച്ചു നിനക്ക്. ഈ സിന്ദൂരൊക്കെ എപ്പോഴും ഇട്ടിട്ട് നിന്നൂടെ? അമ്മ നമ്മൾ എന്തേലും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ പോരാണ് പിള്ളേരുടെ ഫ്രീഡത്തിൽ കയറി ഇടപെടുവാന്നൊക്കെ ഇവരൊക്കെ പറയും. അമ്മ വന്നപ്പോഴേ ഞാനിവിടെ അടുക്കളപ്പണിയിലായിരുന്നു. അമ്മൂമ്മയ്ക്ക് പ്രായമായത് കൊണ്ട് അമ്മൂമ്മനെ കൊണ്ട് ഇവിടുത്തെ ജോലി ഒന്നും ഞങ്ങൾ ചെയ്യിപ്പിക്കാറില്ല, എല്ലാം ഞാനാ ചെയ്യുന്നേ, അവിടത്തെ പോലെ തന്നെ. ആ ലച്ചു ഇത് പറഞ്ഞപ്പോഴാ അച്ഛന് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എന്തു പറ്റി? കേശുവേ, പടവലം വീട്ടിലേക്ക് പോകുന്ന വഴിയിലേ പഴയ പോലെ ലൈൻ കമ്പിയാണോ അതിപ്പോ കേബിളാണോ? പഴയ KSEB റിട്ടയർ ഓഫീസർ അല്ലേ? അല്ല ഈ പാഴൂര് ഏത് സെക്ഷനിൽ വരും? പാഴൂര് ലൈൻ കാസർഗോഡ് സെക്ഷനില്. കാസർഗോഡാ? അച്ഛനും അമ്മയും ഊണയിച്ചിട്ടല്ലേ പോത്തുള്ളൂ? ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങണം. അതെന്തൊരു വർത്താനാ ജനാർദ്ദന, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്തായാലും വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ അച്ഛനും അമ്മയും 2 ദിവസം കഴിഞ്ഞിട്ട് വേണ്ട പോയിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്താ സൂചി കുത്തിയതാ? അല്ല അവിടെ പോയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. അതാണ് അച്ഛന് കുഴപ്പമില്ല, പക്ഷെ അമ്മയ്ക്ക് അവിടുത്തെ വീട് വിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് അവിടുത്തെ കട്ടിലല്ലാതെ വേറെ കട്ടിലിൽ കിടന്നാൽ ഉറക്കവും വരില്ലല്ലോ. പിന്നെ അമ്മ ഇവിടെ നിക്കണം. അമ്മ ഒരു 2, 3, 4, 5 ഒരാഴ്ച ഇവിടെ നിന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. കേശുവേ, എടാ ഈ ലൈൻ ഏത് സെക്ഷനിൽ പെടും? ഏത് സെക്ഷൻ ആയാലും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും ജനാർദ്ദന. അയ്യോ സോറി അമ്മ. അതിന് അച്ഛൻ എന്തിനു സോറി പറയണേ? ശരിയാണ്, ഞാൻ റിട്ടയർ ആയില്ല അല്ലേ. ഇപ്പോഴും ഞാൻ ആ KCB കാരനായിട്ട് തന്നെ നിൽക്കാണ്. എന്നാലും സോറി, ഇരിക്കട്ടെ. അയ്യോ വർത്താനം പറഞ്ഞിന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാനങ്ങ് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. പിന്നെ സീതേ, ഉച്ചക്ക് ഭക്ഷണത്തിന് കറിയൊക്കെ കുറവായിരിക്കും. നമ്മള് വലിയ വിരുന്നുകാരല്ലേ, ഉള്ളത് മതിയെന്നേ. വന്നേ, അടുക്കളയിലോട്ട് വന്നേ. എന്നാ അമ്മ ഞാൻ അടുക്കളയിലോട്ട്. ഇങ്ങോട്ട് വാ. വരുന്നു. കേശുവേ, നിങ്ങളിപ്പോ പടവലം വീട്ടിൽ അങ്ങനെ അധികം താമസിക്കാറില്ലല്ലോ, വൈദ്യുതി അധികം ഉപയോഗിക്കാറുമില്ല. അപ്പൊ ബില്ലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം വൈദ്യുതി അമൂല്യമാണ്. പഴക്കാൻ പാടില്ലായിരിക്കും. അതെ 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 അതെ, ഒരിക്കലും പാഴാക്കാൻ പാടില്ല.